2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി സൂസൻ ജോസഫാണ്. സ്വാഗതം പ്രസിഡന്റ്. നമസ്കാരം. ഈ രണ്ടാമത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി ചുമതലയേറ്റിട്ട് ഇപ്പോൾ 1 വർഷം പിന്നിടുന്നു. ഈ കാലയളവിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തുമ്പോർ മൊഴി നടപ്പിലാക്കി കഴിഞ്ഞു. അതിനോടൊപ്പം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു 500ഓളം ബയോബിന്നുകൾ കൊടുത്തു. അതിന്റെ ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ്, ഫർണിച്ചറുകൾ, വള്ളവും വലയും, ഇത്രയും കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ പ്രോജക്റ്റുകൾ നടപ്പാക്കി തീർന്നു. വീണ്ടും നമ്മൾ പുതിയ വർഷത്തിലേക്ക് ആരംഭിച്ചപ്പോഴും ഈ കഴിഞ്ഞ വർഷത്തിൽ കൊടുത്തതിനേക്കാൾ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഫർണിച്ചറുകളും അതുപോലെ തന്നെ അവരുടെ ഉപകരണങ്ങളും, വള്ളവും വലയും, ലാപ്ടോപ്പുകളും 500ഓളം നമ്മൾ ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീടിൽ 290ഓളം വീടുകളും നമ്മൾ എഗ്രിമെന്റ് വെച്ചു, പണി കഴിച്ചു. ചിലരുടെ എല്ലാം പൂർത്തീകരണം കഴിഞ്ഞു. വീണ്ടും നമ്മൾ എഗ്രിമെന്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് തന്നെയാണെങ്കിലും ഇപ്പോൾ ഗവൺമെന്റിന്റെ ആ ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ 20 തൊഴിലാളികളെ എടുക്കുകയും 10 പേരെ 22 ദിവസത്തേക്ക് 675 രൂപ പ്രകാരം നമ്മൾ അവർക്ക് കൂലി കൊടുത്തുകൊണ്ട് നമ്മൾ അവരെയും ജയിച്ചു. കുമ്പളങ്ങി പഞ്ചായത്തിൽ ഇപ്പോൾ 3 ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് 3 ടൗണുകളാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഒന്ന് കല്ലഞ്ചേരി ടൗൺ പഞ്ചായത്തിന്റെ വാതിക്കലും, ഒന്ന് രണ്ടാമത് പാലത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്ന എൻട്രൻസിൽ വിദേശികളും മറ്റുള്ളവരുമായിട്ടുള്ളവരും ടൂറിസം വില്ലേജിലേക്ക് കടക്കുമ്പോൾ ഒരു കണ്ടാൽ ഭംഗിയാകുന്നതും അറക്കാത്തതുമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റുന്നു. അവിടെ ഇട്ടിരിക്കുന്ന വണ്ടികളെല്ലാം അടുത്ത ദിവസം തന്നെ നോ പാർക്കിംഗ് ബോർഡ് വെച്ച് അത് നമ്മുടെ AC ഓഫീസിൽ നിന്ന് വന്ന് അതെല്ലാം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹൈമാസ് ലൈറ്റുകൾ MLAയുടെ ഭാഗമായിട്ട് നമ്മുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ 10ഓളം ഹൈമാസ് ലൈറ്റുകൾ ഇപ്പോൾ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. രണ്ടാമത് പാർക്കിൻ്റെ അകത്ത് ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. അത് ഈ അടുത്ത ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുന്നുണ്ട്. വാട്ടറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ജലജീവൻ പദ്ധതി പ്രകാരം 100% പൂർത്തീകരിച്ചു കഴിഞ്ഞു. വീണ്ടും നമ്മൾക്ക് പറയാനുള്ളത് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീണ്ടും നമ്മൾ വീടുകൾ കൊടുക്കുവാനുള്ള തീരുമാനമാകുകയും അതും എഗ്രിമെന്റ് എല്ലാം വെച്ച് അവർക്ക് തുടക്കത്തിൽ 50,000 രൂപയും ആദ്യത്തെ കൊടുക്കുകയും 4 ലക്ഷം രൂപ മിനിമം 3 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുള്ളവർക്കാണ് ആ പദ്ധതി പ്രകാരം കൊടുക്കാൻ അതും നമ്മൾ ചെയ്തിരിക്കുന്നു. പിന്നെ വയോജനങ്ങൾക്ക് കട്ടിലുകൾ ഓരോ വാർഡിലും 2-3 കട്ടിലുകളും, ചില വാർഡുകളിൽ 5 കട്ടിലുകളും 60 വയസ്സിന് മുകളിലുള്ളവർക്ക് അത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെള്ളത്തിന്റെ ടാങ്ക് അത് ഫിഷറീസ് വകുപ്പിൽ നിന്ന് തന്നെ 10 പേർക്ക് വെള്ളത്തിന്റെ 500 ലിറ്ററിന്റെ ടാങ്കുകൾ നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. കൂടാതെ എനിക്ക് പറയാനുള്ളത് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ ഒരു കളിസ്ഥലം എന്നുള്ളത് ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് പിന്നെ കല്ലഞ്ചേരി കലാഗ്രാമമാണ് കളിസ്ഥലമായിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അവിടേക്കുള്ള റോഡുകളും എല്ലാം പൂർത്തീകരിച്ചു. ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തിന്റെയും MPയുടെ 15 ലക്ഷവും 25 ലക്ഷം രൂപ പഞ്ചായത്തിന്റെയും കൂടെ വെച്ച് നമ്മൾ അത് തുടർന്ന് പോകുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമത്തിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 CRS പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്നും 2 പുഴ പുറമ്പോക്കാണെന്നുള്ളത് ഒഴിവാക്കണമെന്നുള്ളതിൻ്റെതായ നടപടിക്രമത്തിലേക്ക് 19/2/2024 പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം
RDOയ്ക്ക് കൊടുക്കുകയും RDOയുടെ അവിടെ നിന്ന് കളക്ടറേറ്റിലേക്ക് അതിന്റെ റിപ്പോർട്ട് പോവുകയും ADMന്റെ അടുത്തുനിന്ന് ആ റിപ്പോർട്ട് കളക്ടറിന്റെ ലോഗിലേക്ക് വരെ എത്തി. അടുത്ത ദിവസം കളക്ടർ അതിന് നമുക്ക് ഒരു ശരിക്ക് ഒരു ഫേവറായിട്ടുള്ള ഒരു തീരുമാനം, കാരണം കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിൽ വേറൊരു കളിസ്ഥലം ഇല്ല, അത് നമുക്ക് ചെയ്തു തരുവാൻ വേണ്ടിയിട്ട് കളക്ടർ അതിനൊരു ഓർഡർ തരും. സ്പെഷ്യൽ ഓർഡർ തന്നാൽ ബഹുമാനപ്പെട്ട MLA വഴിയായിട്ട് അത് ഗവൺമെന്റിലേക്ക് പോയിട്ട് ഗവൺമെന്റിൽ നിന്ന് ഒരു സ്പെഷ്യൽ ഓർഡർ വാങ്ങിച്ചു. അത് വരികയും അതിനോടൊപ്പം നമുക്ക് ഡ്രഡ്ജിങ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള ആ മെറ്റീരിയൽസ് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് തീർത്തു പോകാൻ സാധിക്കും. 8 മാസമേ ഉള്ളൂ, എങ്കിൽ പോലും എന്തായാലും അതിന്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ഇറങ്ങണമെന്നാണ് ഈ ഭരണസമിതിയുടെ ആഗ്രഹം. ഒരു വർഷക്കാലമായി ആയിട്ടുള്ളൂ, പക്ഷേ ഇവിടെ പ്രസിഡന്റ് എന്ന നിലയിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് എന്നാണ് എനിക്ക് പ്രസിഡന്റിന്റെ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലായത്. ഇന്ന് ശുചിത്വം, പിന്നെ 2 മത്സ്യത്തൊഴിലാളികളുടെ പിന്നെ അവരുടെ തൊഴിൽ, പാർപ്പിടം, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതി നടക്കുക, അങ്ങനെ നിരവധി പദ്ധതികൾ എല്ലാം ഈ മനുഷ്യന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ളത് ഒരു അതിനകത്ത് ഒരു രാഷ്ട്രീയം കാണാതെ കൊണ്ടുപോയി എന്നുള്ളതാണ് എനിക്ക് പ്രസിഡന്റ് ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെയാണ് കളിസ്ഥലത്തിന്റെ കാര്യം. കളിസ്ഥലം എന്തായാലും നിശ്ചയദാർഢ്യത്തോടെയാണ് പ്രസിഡന്റ് പറഞ്ഞത്. കാലാവധി പൂർത്തീകരിക്കുന്നതിനുള്ളിൽ ഇത് ഒന്നല്ലെങ്കിൽ തുടങ്ങി വെക്കുക അല്ലെങ്കിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പലപ്പോഴും സാധാരണ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റാണ്, കോൺഗ്രസ് പാർട്ടിയാണ് കുമ്പളങ്ങി പഞ്ചായത്ത് ഭരിക്കുന്നത്. സ്വാഭാവികമായും സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിപക്ഷത്തെ അവഗണിക്കുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റായി സൂസൻ ജോസഫ് എന്ന് പറയുന്ന താങ്കൾ ചുമതലയേറ്റതിനു ശേഷം ഒരു മല്ലയുദ്ധം അല്ലായിരുന്നു, പകരം പഞ്ചായത്തിന് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് എന്തെല്ലാം പഞ്ചായത്തിന് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രസിഡന്റ് എന്ന നിലയിൽ കണ്ടത്. MLA നിന്നോ MP നിന്നോ ഒക്കെ പരമാവധി കിട്ടാവുന്നത് പഞ്ചായത്തിന് വാങ്ങിച്ചെടുക്കുക. അതിൽ എന്തൊക്കെയാണ് താങ്കൾ ആ ഭാഗത്ത് നിന്ന് അതായത് പറ്റി ജനപ്പെട്ടിരിക്കുക? ബഹുമാനപ്പെട്ട MP നിന്ന് ഇപ്പോൾ നമുക്ക് ബഡ്സ് സ്കൂളിന്റെ ഫണ്ട് നമുക്ക് ഫണ്ടെന്ന് പറഞ്ഞാൽ വാഹനം മോശമായിരുന്നതുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് BPCL ഇവരുമായിട്ട് നമ്മൾക്കൊരു വണ്ടി വാങ്ങിക്കുന്നതിന് സപ്പോർട്ടായിട്ട് കളക്ടറും MP-യും കൂടെയാണ് അത് നമുക്ക് തന്നത്. അത് ഞാനല്ലായിരുന്നു, എന്നെ മുന്നിലുണ്ടായിരുന്ന ഭരണസമിതിയായിരുന്നു എന്ന് പ്രസിഡന്റും മറ്റുള്ളവരും കൂടെ ആയിരുന്നു അത് തുടക്കം വെച്ചത്. ഇപ്പോൾ ആ വണ്ടി പൂർത്തീകരിച്ചു, വണ്ടി റെഡിയായിരിക്കുകയാണ്. എപ്പോഴാണ് MP-ക്കും കളക്ടറിനും സമയമെന്ന് നോക്കിക്കൊണ്ട് അതിന്റെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. അതേപോലെ തന്നെ ബഡ്സ് സ്കൂളിന് ഒരു സ്വന്തമായ ഭവനം ഉണ്ടെങ്കിൽ പോലും ആ കുഞ്ഞുങ്ങൾക്ക് റോഡിൽ നിന്ന് ഉള്ളുവരെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ സഹകരണ സൊസൈറ്റിയുടെ പഴയ കടത്തുകടയുടെ ഭാഗത്ത് ഒരു 10 സെന്റ് സ്ഥലം കിടക്കുന്നത് അവരുമായിട്ടെല്ലാം ചെയ്തു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു വാല്യുവേഷനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്തിലേക്ക് ഞാൻ ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സ്ഥലം വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് തരാനുണ്ട്. പോരാത്ത പൈസ പഞ്ചായത്തിൽ നിന്നും കൂടെ കിട്ടുവാണെങ്കിൽ നമുക്കൊരു ബഡ്സ് സ്കൂളും കൂടെ പണിയുവാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഒരടി പോലും നടക്കാതെ സ്കൂളിന്റെ വാതിക്ക വരെ വാഹനം വന്ന് കയറി ആ ബഡ്സ് സ്കൂളിലെ പിള്ളേർക്ക് ചെയ്യണം. അതിനോടനുബന്ധിച്ച് 10 സെന്റ് സ്ഥലത്ത് ഒരു അംഗനവാടി പണിയാനും കൂടെ ഒരു സ്ഥലം കിട്ടും. അതിനു വേണ്ടിയും കൂടി ഞാൻ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന പഞ്ചായത്തിൽ ഇപ്പൊ വെള്ളത്തിന്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട്, ഇല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സമരങ്ങളും കാര്യങ്ങളും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഒരു കാലത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് തോപ്പുംപടിയിൽ നിന്ന് സമരം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പൊ വ്യത്യസ്തമായിട്ട് നമുക്ക് വെള്ളം കുറച്ച് തെക്കോട്ടൊക്കെ അല്പം കുറവും 2ാം വാർഡിൽ ഇച്ചിരി കുറവുമാണെങ്കിൽ പോലും അത് മുന്നോട്ട് ആലോചിച്ചുകൊണ്ട് തന്നെ മുൻപോട്ട് നമ്മൾ ഫണ്ട് വെച്ചു, ടാങ്കർ ലോറി അറേഞ്ച് ചെയ്തു. കിട്ടാത്ത സ്ഥലങ്ങളിൽ ഇപ്പൊ നമ്മൾ ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കും. ഇനിയും രൂക്ഷമായിട്ട് വരുന്നുണ്ട്. അടിയന്തരമായിട്ട് MLA-യുടെ ഒരു മീറ്റിംഗ് വിളിച്ചു. നമ്മൾ MLA-യുടെ മീറ്റിംഗിൽ നമ്മളെല്ലാം പറഞ്ഞു പാഴൂരിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടണമെന്നും
ആ അളവ് അടിയന്തരമായിട്ടത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വേനൽ കടന്നു കഴിഞ്ഞാൽ അതിനും വലിയ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ പറയാനെന്ന് പറഞ്ഞാൽ നമ്മള് രാഷ്ട്രീയം നോക്കി ഒരു കാര്യവും ചെയ്യുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട MLA-യും നമ്മളുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിനും രാഷ്ട്രീയം നോക്കാതെ ഫണ്ടുകൾ പല വാർഡുകളിലേക്കും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഏറ്റവും കൂടുതൽ ഫണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കുമ്പളങ്ങി പഞ്ചായത്തിനാണ് വെച്ചത്. ഇപ്പോഴും 10 ലക്ഷം രൂപ നമ്മുടെ ശ്മശാനത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 10 ലക്ഷം രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. പല റോഡുകൾ തന്നിട്ടുണ്ട്, MLA തന്നിട്ടുണ്ട്, MP-യും ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. MP ആണെങ്കിലും നമ്മൾക്ക് ആംബുലൻസ്, ആശുപത്രിക്ക് ആംബുലൻസും തന്നിട്ടുണ്ട്. പിന്നെ MP-യെ നമുക്ക് ഒരിക്കലും കുറ്റപ്പെടുത്തി പറയാനും പറ്റില്ല, തന്നില്ലെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് എറണാകുളം ജില്ലയിൽ ഈ ഒരു കുമ്പളങ്ങി പഞ്ചായത്ത് മാത്രമല്ല. അപ്പോൾ പരിമിതിയുണ്ട് തരുന്നതിന്. എങ്കിൽ പോലും പല സഹായങ്ങളും ചെന്ന് ചോദിക്കുമ്പോഴും വിളിച്ചു പറയുമ്പോഴും, ഞാൻ പലർക്കും സഹായത്തിന് വേണ്ടി വിളിച്ചു പറയുമ്പോഴും എല്ലാം MP സഹായിച്ചിട്ടുണ്ട്. നമുക്ക് MP തന്നില്ല എന്ന് കുറ്റപ്പെടുത്താനും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ കാര്യങ്ങൾ എങ്ങനെയാണെന്ന്. ഒരാളുടെ പരിധി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 5 ലക്ഷത്തിന് താഴെ വരെയുള്ള ഫണ്ടേ ഉള്ളൂ. ഇപ്പോൾ അത് പറയുവാണെങ്കിൽ 3, 3.5, 4 മേല് നിൽക്കുകയാണ്. മേലോട്ട് ഉയർത്തി ഞങ്ങൾക്ക് ഒരു ഫണ്ടില്ല, വേറൊരു വരുമാനമില്ല. ആകെ നോക്കുന്ന ടാക്സ് മാത്രമേ ഉള്ളൂ. ടൂറിസം വില്ലേജ് എന്ന പേര് മാത്രമേ ഉള്ളൂ, യാതൊരു കമ്പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ 2014-15 കാലഘട്ടത്തിലും ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോഴും എന്നോട് സംസാരിച്ചപ്പോഴും ഞാനെന്നും പറഞ്ഞു, അടുത്ത പ്രാവശ്യം ആര് ഭരിക്കും, എത്ര വരുമെന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു കോൺഗ്രസ് തന്നെ ഭരിക്കും, കോൺഗ്രസിന് തന്നെയാണ് നേട്ടവും കാര്യങ്ങളെന്ന്. ഇന്നും കുമ്പളങ്ങി പഞ്ചായത്തിൽ ജനങ്ങള് എന്നെ കാണുന്നത് ഒരു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട്, എന്നോട് ആ താല്പര്യവും കാര്യവും ഉള്ളതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയാണെങ്കിൽ ആര് വന്ന് ചോദിച്ചാലും ആർക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ വഴി പറഞ്ഞു കൊടുത്ത് വിടുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. ആരെയും വെറുപ്പിച്ചു പോകുന്ന സ്വഭാവമില്ല. തല്ലുപിടിക്കാനാണെങ്കിലും നമുക്ക് സാധിക്കും, തല്ലു പിടിച്ചിട്ട് കാര്യമില്ല. പ്രവർത്തനം കാഴ്ച ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുക. രാഷ്ട്രീയം എനിക്ക് വീട്ടിലേക്ക് ഇറങ്ങുമ്പോഴാണ് രാഷ്ട്രീയം ഉള്ളത്, പഞ്ചായത്തിന്റെ അകത്ത് രാഷ്ട്രീയമില്ല. എന്റെ കൂടെയുള്ള 6 മെമ്പർമാരും പ്രതിപക്ഷ മെമ്പർമാരും ഒരു കാരണവശാലും എന്നോടൊന്നും പറഞ്ഞ് എന്നെ മാന്യമായ രീതിയിൽ തന്നെയാണ് അവരും പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. 17 മെമ്പർമാരും ഞങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഭരണവും കോൺഗ്രസ് പിടിക്കാനുള്ളതാണ്. ഇപ്പൊ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഓരോ പാർട്ടിയുടെ ആളാകുമ്പോൾ അതൊരു വളരെ സുഖകരമായിട്ടുള്ള ഭരണമായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. പക്ഷെ ചില ഇടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് വളരെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ്. അത് എന്തുകൊണ്ടിട്ടാണ് അങ്ങനെ വർത്തമാനം? ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പലരും പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തി അല്പം പ്രായമുള്ള ആളാണ്, വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത് പ്രായം കുറഞ്ഞൊരു വ്യക്തിയാണ്. അവരുടെ ചെറുപ്പത്തിൻ്റെതായ തിളപ്പും അങ്ങനെയുള്ള സ്വഭാവവും ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊക്കെ അവർക്ക് തോന്നും. നമ്മൾ പറയുമ്പോൾ അനുസരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ അത് കണ്ടില്ല കേട്ടില്ല എന്നും പറഞ്ഞു വെച്ചാണ് പോകുന്നത്. ഇത് പുറത്തു നിൽക്കുന്ന ജനം നോക്കുമ്പോൾ അവിടെ എപ്പോഴും വഴക്കാണ്, ബഹളമാണെന്നുള്ളൊരു സംസാരത്തിലാണ്. ഞാൻ ഇന്ന് വരെയും അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകാതെയാണ് ഈ പറയുന്ന 1 വർഷവും 1 മാസവും കഴിയാൻ പോകുന്ന സമയത്തും ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ഇന്ന് വരെയും ഇവരെ എല്ലാവരെയും ഞാൻ അവരുടെ സ്ഥാനം വെച്ചല്ലാതെ ഒന്ന് മറ്റുള്ള രീതിയിൽ വിളിക്കുക പോലില്ല. മോനെന്ന് വിളിച്ച് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ചെറുപ്പത്തിൻ്റെതായ തിളപ്പുകൊണ്ടായിരിക്കാം അവർക്ക് തിളപ്പ് കൊണ്ടിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഇപ്പൊ ഈ കുമ്പളങ്ങി പഞ്ചായത്തിൽ ഇങ്ങനെ വിവാദമായിക്കൊണ്ടിരിക്കുക പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ പ്രസിഡന്റിനെ പിന്നെ അസഭ്യം പറയുന്നതും അങ്ങനെയൊക്കെ വളരെ രൂക്ഷമായിട്ട് പല ഗ്രൂപ്പുകളിൽ നിന്ന് കാണുന്നുണ്ട്. സത്യത്തിൽ അത് നടന്നതാണ്. സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടായ ഒരു ശോഭത്താൽ എന്തോ സംസാരിച്ചു, ഇത് സത്യമാണ്. അത് ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല. എന്നാൽ കേട്ടു നിന്നവർ അവരാണ് ഈ അല്പം തീയെ കൂടുതൽ ആളിക്കത്തിക്കുക എന്നുള്ളതാണല്ലോ മറ്റുള്ളവരുടെ സ്വഭാവം. ആ സ്വഭാവത്തിൽ അങ്ങോട്ട് കാണിച്ചു. അപ്പൊ അവര് ഓരോ പിള്ളേര് സെറ്റുകളെല്ലാം ഇപ്പോഴത്തെ മാധ്യമങ്ങളാണല്ലോ എല്ലാവരെയും വളർത്തുന്നത്. അപ്പൊ അതിനകത്ത് വെച്ച് അവരങ്ങോട്ട് പുകക്കാതെ കത്തിച്ച് അങ്ങ് വിട്ടു. ഞാൻ അതിലൊന്നും മൈൻഡ് ചെയ്തില്ല.
ഞാൻ ഒരാളോടും പരാതിയും പറഞ്ഞില്ല, വിളിച്ചിട്ടുമില്ല. ഇപ്പൊ പറയുന്ന നിങ്ങളെ പോലും ഞാൻ വിളിച്ച് ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല. എന്നോട് ചോദിച്ചപ്പോൾ മാത്രമേ ഞാൻ ഇതിന് മറുപടി പറഞ്ഞുള്ളൂ. അത് പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അതനുസരിച്ച് പോകാൻ വേണ്ടി പാർട്ടിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ നേതൃത്വത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നേതൃത്വം അതനുസരിച്ചിട്ട് അവരെ ബോധവാന്മാരാക്കി കൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഒരു അങ്ങനെ ഒരു ദ്വേഷ നിലപാട് പ്രസിഡന്റിന് ആരോടുമില്ല. ഇല്ല, ഞാൻ വിദ്വേഷം വെച്ചിട്ട് കാര്യമില്ല. ഒന്നെങ്കിൽ എനിക്കൊരല്പം ആത്മീയതയും കൂടെ ഉണ്ട്. കാരണം ദൈവത്തിൽ വിശ്വസിച്ച് പോകുമ്പോൾ ഞാൻ എന്നോട് കാണിക്കുന്നവരോട് ശത്രുത കാണിച്ചാൽ ഇത് കഴിയുമ്പോഴും ഞാൻ പഴയ ആളായി തന്നെ വീട്ടിലിരിക്കേണ്ടതാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു കർണത്തടിക്കുന്നവനെ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ആപ്തവാക്യമുണ്ട്. ആ ആപ്തവാക്യത്തിന്റെ അനുസരിച്ച് ഇപ്പോഴും ഞാൻ മൗനമായിരിക്കുകയാണ്. കാരണം വയലന്റ് ആയാൽ ഞാൻ വയലന്റ് ആയി പോകും. എന്നെ വയലന്റ് ആക്കാൻ പലരും പറയുന്നുണ്ട്. എന്നോട് പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ എനിക്ക് ഫോൺ കോളും ഉണ്ട്. ഞാൻ ഒരു കാരണവശാലും വയലന്റ് ആകുന്നില്ല. കാരണം മലന്ന് കിടന്ന് തുപ്പിയാൽ എന്റെ നെഞ്ചത്ത് വീഴുമെന്നുള്ള സത്യവും കോൺഗ്രസിനോടുള്ള സ്നേഹവും ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ആ പക്വതയും. കാരണം ഈ പറയുന്ന നിങ്ങൾ പോലും മാധ്യമക്കാർക്ക് പോലും എന്നെ അറിയാം. ഞാൻ എന്ന് കാലം മുതൽ ഉണ്ടെന്നും എടുക്കുന്നെന്നും. ഞാൻ രാഷ്ട്രീയത്തിനെ വിട്ട് ഒരു പരിപാടിക്കും ഞാനില്ല. രാഷ്ട്രീയം വിട്ടുപോകുന്ന പോറലേൽപ്പിക്കുന്ന ഒരു കാരണത്തിനും ഞാനില്ല. പിന്നെ മറ്റുള്ളവരോടുള്ള വൈരാഗ്യ ബുദ്ധി ചിലപ്പോൾ അത് വെച്ച് പുലർത്തുന്നതായിരിക്കും. ഞാൻ അവിടെ ഈ മൗനം പാലിക്കുകയാണ്. പാർട്ടിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയോട് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പാർട്ടിയോട് പറയാതെ ഞാൻ ഒരു തീരുമാനത്തിലോ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നത് എനിക്ക് നല്ലതല്ല എന്ന് തോന്നുന്നു. കാരണം എന്നും ഞാൻ പഞ്ചായത്ത് ഭരിക്കാന്നോ അല്ലെങ്കിൽ മെമ്പർ ആകാന്നോ ഒരിക്കലും ഞാൻ ആർക്കും ഒരു വിലയും കൊടുത്തിട്ടില്ല. എങ്ങനെ എന്നെ ഇന്ന് ആക്കണം എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തും പോകാനും തീരുമാനിച്ചിട്ടില്ല. എന്നും മരണം വരെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ മാത്രമേ എനിക്ക് തയ്യാറുണ്ട്. പിന്നെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ തിരിച്ചെന്റെ വീട്ടിലും പോരാ. ആരോടും ഞാൻ മരണം വരെ നിന്നോളാന്ന് വാക്ക് കൊടുക്കാനും എനിക്ക് പറ്റില്ല. എനിക്ക് വരുന്നവരെ ഇനിയും ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറില്ല. ഞാൻ മെമ്പറായിട്ടോ അല്ലാതെയോ ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്തും എന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ മാത്രമേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഴിഞ്ഞ 3 കൊല്ലം വരെയും ഉണ്ടാകാതിരുന്ന പ്രശ്നങ്ങൾ പ്രസിഡന്റ് വാളിൽ സൂസൻ ജോസഫ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവ് പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് പഞ്ചായത്തിൽ ഇത്തരം അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നത്. അതിന്റെ കാരണം എന്താണ് പ്രസിഡന്റിന് മനസ്സിലായിട്ടില്ല? എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അതാണ് രസം. എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. കാരണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് അങ്ങനെ തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ നേച്ചർ അല്ലല്ലോ മറ്റുള്ളവരുടേത്. ഞാൻ ഒരു തല്ലിയാലും തല്ലി പഴുപ്പിക്കുന്നതിന് ടേസ്റ്റ് ഇല്ല. നല്ലോണം പഴുക്കുന്നതിന് ടേസ്റ്റ് ഉണ്ടാവും. സ്വന്തമായി വിചാരിക്കണം. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ കൂടുതൽ പഠിപ്പിക്കാൻ പോയാൽ ഞാൻ മോശമായി മാറും എന്നുള്ള സത്യമാണല്ല. പ്രസിഡന്റിന്റെ റോൾ ഭംഗിയായി നിറവേറ്റുന്നതാണോ പ്രശ്നം? ഞാൻ അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തോന്നലായിരിക്കും കേട്ടോ. കാരണം ഞാൻ പ്രസിഡന്റ് ആണെന്നുള്ളത് എനിക്ക് എന്റെ ഉള്ളിൽ വെച്ചാൽ മതി. ഞാൻ പ്രസിഡന്റ് ആണ്. നമ്മുടെ നെറ്റിയിൽ ഞാൻ ഒരിക്കലും പൊട്ടിച്ചത് കൃത്യമായി നിറവേറ്റുന്നതാണോ പ്രശ്നത്തിന് കാരണം? കൃത്യമായി നിർവഹിക്കുന്നതിനാണോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് തോന്നണില്ല. കാരണം ഞാൻ നിർവഹിച്ചിരിക്കും. അത് എന്റെ അടുത്ത് ഇനി ആരെന്ത് പറഞ്ഞാലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഒരു കാര്യമുണ്ട്. കൈ നീട്ടി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഞാനൊരു വാക്ക് പറഞ്ഞു. എന്ത് ദുഃഖത്തിലും ദുരിതത്തിലും ഏത് ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ കൈക്കൊള്ളാം എന്നൊരു വാക്ക് ഞാൻ അവിടെ സത്യപ്രതിജ്ഞ ചെയ്തു. അത് ഞാൻ ലംഘിക്കില്ല. ആ വാക്ക് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കണേ. അതായത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ ആ വാക്കിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ തയ്യാറല്ല. ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ചെയ്യില്ല അങ്ങനെ. അതിന് എന്നോട് എന്ത് പറഞ്ഞാലും ശരി. എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്. പ്രതിപക്ഷം ചോദിച്ചാൽ അവർക്ക് ചെയ്തു കൊടുക്കും. ഭരണപക്ഷം ചോദിച്ചാൽ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ 100% സപ്പോർട്ടാ. അതിന് ഞാൻ ഒരു കുറ്റവും പറയില്ല. 100% പ്രതിപക്ഷം എനിക്ക് സപ്പോർട്ടുമായിട്ട്. കാരണം അവരെനിക്ക് വോട്ട് ചെയ്തിട്ടല്ല. ഞാൻ
ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമാണ്, കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവർ ഇന്ന് വരെ ഒരു സമരത്തിനോ കാര്യത്തിനോ ഒന്നിനും വന്നിട്ടില്ല. സാധാരണ രീതിയിൽ പിന്നെ പ്രതിപക്ഷം എപ്പോഴും ഇങ്ങനെ കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുന്ന രീതിയിലായിരിക്കും പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കാണാറ്. പക്ഷെ ഇവിടെ അങ്ങനെ കാണാറില്ല, ഇവിടെ അങ്ങനെ കേൾക്കാറില്ല. മാന്യമായിട്ടാണ് അവർ പോകുന്നത്. അവരെന്നോട് ചോദിക്കാറുണ്ട്, പ്രസിഡന്റ് ഇന്ന് വരെയും പ്രസിഡന്റ് മാറുന്നില്ലെന്ന് അവര് പറഞ്ഞിട്ടുമില്ല. ഞാനും പറഞ്ഞിട്ടില്ല. ഞാനും പിന്നെ പ്രതിപക്ഷം ചോദിച്ചാൽ അതിന് മറുപടിയും കൊടുക്കും. അവർ പറയുന്ന കാര്യത്തിന് അവർക്കും സഹായിച്ചു കൊടുക്കും. രാഷ്ട്രീയത്തിന്റെ അധീനതയില് രാഷ്ട്രീയം, എനിക്ക് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സത്യപ്രതിജ്ഞയില് ഞാൻ അങ്ങനെ രാഷ്ട്രീയം കൊള്ളാന്ന് പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമല്ലേ. 17 വാർഡും എനിക്ക് സ്വന്തമല്ലേ. ഞാൻ എന്റെ വാർഡ് മാത്രം നോക്കിയാൽ മതിയെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്റെ 1-ാം വാർഡ് കഴിഞ്ഞിട്ട് മതിയെന്നോ അല്ലെ എന്റെ വാർഡ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മുടെ 17 വാർഡ്, ആ 17 വാർഡിൽ ആര് വന്നാലും പിന്നെ ഞാൻ വരുമ്പോൾ അവരോട് ചോദിക്കും, നിങ്ങളുടെ മെമ്പർ അറിഞ്ഞിട്ട് വന്നതാണോ, മെമ്പറിനോട് കൂടെ ഒന്ന് പറഞ്ഞു തരും, മെമ്പറും കൂടെ അറിയട്ടെ. ഒരു പരാതി തീർത്താൽ പോലും തീർക്കുന്ന സമയത്തും ആ ഉദ്യോഗസ്ഥനോട് ഞാൻ പറയുന്ന വാക്ക് മെമ്പറിനെ കൂടെ അറിയിച്ചിട്ട് വേണം, വിളിച്ചിട്ട് വേണം പരാതി തീർക്കാൻ പാടുള്ളെന്ന് പറയും. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. മെമ്പർ അറിയാതെ ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. എനിക്ക് അധികാരം 17 വാർഡ് ഉണ്ടെന്ന് പറഞ്ഞാലും ആ വാർഡിൽ നിന്ന് ജയിച്ച ഒരു മെമ്പർ ഉണ്ടല്ലോ, അവരറിയാതെ ഞാൻ ആ വാർഡിൽ കയറി കഴിഞ്ഞാൽ ഒരിക്കലും ആയിരുന്നല്ലോ. അപ്പൊ എനിക്കും വിഷമം ഉണ്ടാവും. ഇവര് വന്ന് കേറുമ്പോ എന്താ ഞാനിവിടെ എന്താണ് ആളുകൾ പറയില്ലേ വള്ളം കുത്തുകാരത്തിയാണ്, അല്ലെ വള്ളം കുത്തുകാരനാണെന്ന് ഒരു വാക്ക് പറയില്ലേ, ആ വർത്താനത്തിന് ഞാൻ ഇടപെടുന്നില്ല. അത് ഞാൻ ഇനിയും ചെയ്യില്ല. ഇപ്പൊ സാധാരണ രീതിയില് മാക്സി MLA ഒരു ഇടതുപക്ഷക്കാരനാണ്, CPIM-ന്റെ MLA ആണ്. പക്ഷേ അദ്ദേഹത്തിന്റെ തന്നെ പല പരിപാടികളിലും കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സാന്നിധ്യം ഉണ്ടാകും. അദ്ദേഹം അവിടെ ഓഫീസിൽ എപ്പോഴും പറയും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചിരിക്കണമെന്ന് പറയും. എന്നെ വിളിക്കുമ്പോൾ ഞാൻ പോകുന്ന എന്താന്ന് പറയാം, കൊച്ചി നിയോജക മണ്ഡലത്തിലെ MLA, അല്ലാതെ കൊച്ചി നിയോജക മണ്ഡലത്തിലെ പ്രതിപക്ഷ MLA എന്നൊന്നും അല്ലെ. നമുക്ക് പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റുമല്ലോ, കാരണം കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് പോകാൻ പാടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. എനിക്ക് കൊച്ചി MLA എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും MLA, ആ MLA വിളിക്കുന്ന പരിപാടിക്ക് ഞാൻ പോയിരിക്കണം. അതാണല്ലോ ഞാൻ എന്നെ വിളിക്കുന്നത്. എനിക്ക് സൗകര്യപ്പെടുവാണെങ്കിൽ ഞാൻ അത് അവരെ ഓഫീസിൽ പറയും, എനിക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് വരാൻ പറ്റിയില്ലെന്ന് പറയും. ഇല്ലെങ്കിൽ ഞാൻ എന്താണെങ്കിലും എല്ലാ പരിപാടിക്കും MLA-യുടെ പരിപാടിക്കും ഞാൻ പോയിരിക്കും. അദ്ദേഹം പറയുന്ന ഇതാണ്, അവര് പച്ച കോൺഗ്രസ്സുകാരത്തെ ആണെങ്കിലും അവര് രാഷ്ട്രീയം നോക്കിയല്ല പെരുമാറുന്നത്. അതാണ് അവരെ എനിക്ക് താല്പര്യം. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളുടെ ആണ്, അല്ലാതെ പിന്നെ അതിന് ഒരു പാർട്ടിയുടെ അല്ല, പാർട്ടിയാണ്. പക്ഷെ പാർട്ടിയുടെ ജനങ്ങളാണ് പിന്നെ അവരുടെ ഉടമ എന്ന് പറയാനായിട്ട്. അതുകൊണ്ടാണ് ജനങ്ങൾക്ക് ഞാൻ ആദ്യത്തെ പ്രാവശ്യം നിന്നു, ജയിച്ചു. എനിക്ക് 1 വർഷവും 9 മാസവും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഇറങ്ങി ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോഴത്തേക്ക് സ്വന്തം പാർട്ടിക്കാർ തന്നെ എനിക്കെതിരായിട്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ കുമ്പളങ്ങി പഞ്ചായത്തിൽ നിന്ന് 17 വാർഡിൽ നിന്നും എനിക്ക് വോട്ട് കിട്ടിയതാണ്. എനിക്ക് ഭൂരിപക്ഷവും ഒരുമാതിരി എനിക്കുള്ളതാണ്. അല്പം ഭൂരിപക്ഷം ഇല്ലാതെയാണ് ഞാൻ പോയത്. എങ്കിൽ പോലും ഞാൻ വീട്ടിലിരിക്കുമ്പോഴും എന്റെ അടുത്ത് ആളുകൾ വരാറുണ്ട്. അതിനുശേഷം 3ാമത് ഞാൻ ഈ വാർഡിലെ വനിതയായിരുന്നപ്പോ ഞാൻ നിന്നു. ഞാനൊരു പരസ്യം ചെയ്തില്ല, വെറും വീടുകളിൽ കയറി ഇറങ്ങിയതേ ഉള്ളൂ. അന്ന് ഒരു വർത്തമാനം ഉണ്ടായിരുന്നു, സൂസൻ ജോസഫിന്റെ വാർഡില് പ്രചരണം കുറവാണ്, അപ്പൊ എന്തോ തോക്കാൻ പോകണമെന്നുള്ള രീതിയിൽ ഒരു പ്രചരണം ഉണ്ടായിരുന്നു അന്ന് പറയുമ്പോൾ. കാരണം ഞാൻ പ്രചരണം കൂടുതൽ നടത്തിയില്ല. എല്ലാ വീട്ടിലും ചെന്നിട്ട് ഈ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, ഞാൻ നിൽക്കുകയാണ്, നിങ്ങളുടെ പഴയ സൂസൻ ജോസഫാണ് ഞാൻ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിജയിപ്പിക്കുക എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. നല്ല ഭൂരിപക്ഷവും എനിക്കുണ്ടായിരുന്നു. 1240 വോട്ടുള്ള ഈ വാർഡിൽ നിന്ന് 876 വോട്ടുകൾ ഞാൻ ജയിച്ചു. എനിക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പ്രസിഡന്റിന്റെ ഒരു പിന്നെ അഭിപ്രായം തേടി ഞങ്ങൾ വന്നിരുന്നു, ഓർമ്മകളാണ്. അന്ന് ഞങ്ങൾ പ്രസിഡന്റിനോട് ചോദിച്ചു, കുമ്പളങ്ങി പഞ്ചായത്തിൽ കഴിഞ്ഞ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
KJ MLA വലിയ രീതിയിൽ വോട്ട് ലഭിച്ച ഒരു പഞ്ചായത്താണ്. ഈ പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് ചോദിച്ചിരുന്നു. അന്ന് പറഞ്ഞ മറുപടി ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് കുമ്പളങ്ങി പഞ്ചായത്തിൽ നിന്നാണ്. അത് ഹൈവേക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ജയിക്കുന്നതും വിജയിക്കുന്നതും വൻ ഭൂരിപക്ഷത്തോടെ ഹൈവേ ജയിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ പോയി ചോദിക്കുന്നവര് അവിടെ പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ വന്ന് നിങ്ങളോട് പറയുമ്പോൾ ഒരു വോട്ട് നിങ്ങൾ ഞാൻ പറയുന്ന ആളിന് ചെയ്താൽ ധൈര്യമായിട്ട് എനിക്ക് അവരുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മേടിച്ച് തരാൻ പറ്റും. അതുകൊണ്ട് 2 വോട്ട് നിങ്ങൾ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഞാൻ ചെല്ലണത്. അതെനിക്ക് ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഇപ്പോഴും MP-യുടെ ഭാഗത്തുനിന്ന് MP എന്നെ ഒരു കാരണവശാൽ ഇന്നും ചേച്ചിന്ന് വിളിച്ചാൽ ആ ചേച്ചിന്ന് വിളിച്ചാൽ തേക്കാതെ തന്നെയാണ് പോകുന്നത്. ഒരു കുഴപ്പമില്ല. MP എന്നെ ചേച്ചിന്ന് തന്നെ വിളിക്കുള്ളൂ, അല്ലാതെ പ്രസിഡന്റിനെ ഒന്നും വിളിക്കില്ല. എന്താണ്ട് ചേച്ചി, സുഖമാണോ ചേച്ചി, ശരീരത്തിന്റെ ഇങ്ങനെയാണ്. എനിക്ക് 3 ഓപ്പറേഷൻ കഴിഞ്ഞു. അതാണ് 3 ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞതും ശരീരം സൂക്ഷിക്കണം കേട്ടാ, ചേച്ചി സൂക്ഷിക്കണം കേട്ടാ എന്നാണ് പറയുന്നത്. ഞാൻ ഒരു ആണ്. അതുപോലെ തന്നെയാണ് എന്നെ ഒരു ചേച്ചിയായിട്ട് തന്നെയാണ് കണക്കൂട്ടിരിക്കുന്നത്. ഇനിയും അതുപോലെ തന്നെ. അതുപോലെ ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെയാണ്. എന്നോട് സൂസൻ ജോസഫ് എന്ന് പറഞ്ഞാൽ തേച്ചു വിളിക്കില്ല. അദ്ദേഹവും പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളൊരു പക്വതയുള്ള സ്ത്രീയാണ്, അതനുസരിച്ചാണ് മുന്നോട്ട് പോണേന്ന് പറയുന്നു. എനിക്കത് മാത്രം. സാധാരണ രീതിയിൽ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന് പിന്നെ ഒരു പക്വത തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അവർക്ക് എന്ത് അന്വേഷിക്കാതെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് MP-യിൽ നിന്നോ MLA-യിൽ നിന്നോ ഒരു ബുദ്ധിമുട്ടില്ല. ജില്ലാ പഞ്ചായത്ത് മെമ്പറും അതേപോലെ തന്നെ ചേച്ചി എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു കൊച്ചാണ്. മോനെ എന്ന് പറഞ്ഞാണ് ഞാൻ സംസാരിക്കുന്നത്. ആർക്ക് എന്ത് കൊടുക്കാൻ പോകുന്നതിന് മുമ്പേയും എന്നോട് ചോദിക്കും, ചേച്ചി അത് ഞാൻ അവർക്ക് കൊടുക്കട്ടെ. അവസാനമായിട്ട് ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മള് കുമ്പളങ്ങി എഴുമുന്നപ്പാലം, ഈ കുമ്പളങ്ങി എഴുമുന്നപ്പാലത്തിന്റെ അപ്രോച്ചിലൂടെ ഒക്കെ ഭയങ്കര രസമാണ്. പക്ഷെ പാലാർക്കും വേണ്ട. കാരണം പാലത്തിന് എന്ന് പറയുന്നത് കുമ്പളങ്ങിയുടെ മാത്രമല്ല, അത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിന്റെ, ആലപ്പുഴയുടെ ആണല്ലോ. അപ്പൊ അവരാണ് അതിന്റെ കൂടുതൽ കാര്യം. അതിന്റെ അപ്രോച്ച് റോഡ് കുറച്ച് ഭാഗം എന്ന് പറയുന്നത് ഉള്ളു. അപ്പൊ ആ ഒരു ഭാഗത്തിലേക്ക് വേണ്ടി ചെയ്യുമ്പോഴും നമ്മൾ അവരെ വിളിക്കാറുണ്ട്. PWD ആലപ്പുഴ വിളിക്കാറുണ്ട്. അവരാണ് അതിന്റെ 2 വശവും ആ ഹാൻഡിൽസ് പിടിപ്പിക്കുന്നതിന് വേണ്ടി അവരാണ് നമ്മളെ സഹായിച്ചത്. അവരെ വിളിച്ചു പറഞ്ഞു, അത് ചെയ്തു. ആ പാലം ഉദ്ഘാടനം ചെയ്യുമ്പോഴും ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ്. അതേപോലെ തന്നെ ഇലക്ട്രോണിക് ഫെറിയുടെ മാറ്റി അവിടെ റോഡ് അല്ല പാലം വരുന്നതിന് വേണ്ടി അവിടുത്തെ ആദ്യത്തെ അളവ് കാര്യങ്ങളും എല്ലാം ചെയ്തവരും ഞാനാണ്. അതിന്റെ ഭാഗ്യമായിരിക്കും MLA അവരുടെ ഫണ്ട് കൊടുക്കാൻ നേരത്ത് എന്നെ അവിടെ വിളിച്ചു. ഞാൻ ഇരുന്ന് തന്നെ അവർക്ക് ഫണ്ട് കൊടുത്തു. ഇല്ലേ? അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ഒന്നും ചെയ്യാൻ പറ്റണില്ല. അതുകൊണ്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പറയുമ്പോഴും നമുക്ക് പറ്റണില്ല. കാരണം ഇത് കോർപ്പറേഷന്റെയാണ്. പലരും ചോദിക്കുന്നു. അപ്പോഴും പാലത്തിന്റെ AE-യോടെ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വല്ലതും കയറി ചെയ്യാൻ പറ്റും. അപ്രോച്ച് ഇങ്ങോട്ടുള്ള റോഡല്ലേ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് കുമ്പളങ്ങിയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് കളിസ്ഥലം. ആ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കുവാൻ ഈ കാലാവധിക്കുള്ളിൽ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും നേരുന്നുണ്ട്. നന്ദി, നമസ്കാരം. പാസ്പോർട്ട്, പാൻ കാർഡ്, ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും അടുത്തോ? എങ്കിൽ ഇനി അത് വേണ്ട. ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു. എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ഉടൻ തന്നെ അടുത്തുള്ള ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക. കോൺടാക്ട് നമ്പർ 833084646476 9895549683.